ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ അതേ ഇന്ന് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ എസ് എഴുതി കൊടുക്കുവാണ് കേട്ടോ. എനിക്ക് ഒരു കുഞ്ഞൻ റിങ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതായത് നമുക്ക് ലെറ്റേഴ്സ് വെച്ചിട്ട് റിങ്ങോ ലോക്കറ്റോ അല്ലെങ്കിൽ ഇയറിങ്സോ ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എസ് എഴുതി കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഇത് നിങ്ങൾ നോക്കണ്ട, അത്ര ഭംഗിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ആണ് ഞാനിവിടെ എഴുതി കൊടുക്കുന്നത്. പിന്നെ എസ് ആവുമ്പോൾ ചെയ്തെടുക്കാനും കുറച്ച് എളുപ്പമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് കറക്റ്റായിട്ട് കട്ടിക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത്രയും അലങ്കാരത്തിൻ്റെ കാര്യമൊന്നുമില്ല, ഒരുപാട് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങ് എഴുതി കൊടുത്ത് പോയാൽ മതി. ഞാൻ പിന്നെ കുറച്ചൊരു ഭംഗി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ എഴുതുന്നതാണ്. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാനും ആലോചിച്ചു കേട്ടോ, എന്തിനാണ് ഞാൻ ഇത്രയധികം കട്ടിക്കൊക്കെ വരയ്ക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് എഴുതി കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ OSP ഷീറ്റാണ് കേട്ടോ, അത് ഇതേ കണക്ക് വെക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ റിങ്ങും അല്ലെങ്കിൽ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെട്ടിയെടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ബാക്കി നിങ്ങൾ ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് B7000 ഗ്ലൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ ഒന്ന് കറക്റ്റ് എസിൻ്റെ രൂപത്തിൽ തന്നെ ഒന്ന് വരച്ചെടുക്കുക. നമ്മൾ പേന വെച്ച് വരച്ചതുപോലെ ഈ ഒരു ഷീറ്റിൽ ആ ഒരു ഗ്ലൂ വെച്ചിട്ട് വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ സ്റ്റോൺ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് എസ് പോലെ തന്നെ വളച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ്. എസ് കുറച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബാക്കി ഇപ്പം നമ്മൾ എച്ചോ അല്ലെങ്കിൽ എയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് 2 തവണ കട്ട് ചെയ്തൊക്കെ ഒട്ടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. ആദ്യം ഞാൻ വിചാരിച്ച് ഹന്നത്തിൻ്റെ എച്ച് ചെയ്യാമെന്ന്, പിന്നെ വിചാരിച്ചു അത് 2 തവണയൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അത് മാറ്റി. പിന്നെ ഇക്കയുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ എ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും ഇച്ചിരി പാടാണല്ലോ എന്ന് വിചാരിച്ച് അതും മാറ്റി. അപ്പോഴാണ് എസ് കുറച്ച് എളുപ്പമാണ്, എൻ്റെ പേരിൻ്റെ ആദ്യത്തെ ലെറ്ററും ആണല്ലോ എന്ന് വിചാരിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഉറപ്പായിട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യേ.